നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. 6ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ആനുവൽ എക്സാമിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് 9, 10, 11, 12 കേട്ടോ. ഇതിനകത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബാക്കിയുള്ളതിൽ നിന്നും ഉണ്ട് കേട്ടോ, അതിൻ്റെ പുറകോട്ടുള്ള ചാപ്റ്ററിൽ നിന്നും ഒക്കെ കുറേശ്ശെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ കൂടുതലുള്ള ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റിവിഷൻ നടത്താം. ഇന്ന് നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആ ചാപ്റ്റർ എളുപ്പം എങ്ങനെ പഠിക്കാവുന്നതാണ് കേട്ടോ. നമ്മളത് ഓൾറെഡി ആ നമ്മുടെ ചാനലിൽ ഇട്ടതാവും നിങ്ങളെ. പക്ഷേ റിവിഷനാണ് കേട്ടോ. നമ്മുടെ പരീക്ഷ അടുത്ത ആഴ്ചയൊക്കെ അല്ലേ എക്സാം വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ അന്ന് പഠിച്ചത് അതങ്ങ് മറന്നുപോയി കാണും അല്ലേ. സത്യം അതല്ലേ, അത് അന്നല്ലേ പഠിച്ചല്ലേ, 2 മാസം മുമ്പ് പഠിച്ചത് ഇപ്പോൾ എങ്ങനെ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പാഠത്തിൻ്റെ പേരെന്താ? ലൈൻസ് ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും അല്ലേ. വര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നമുക്ക് തുടക്കം മുതലേ അല്ലേ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വര അല്ലേ, ലൈൻസ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ ഇടുന്നതിനെ നമ്മൾ പോയിന്റ് അല്ലേ, ഡോട്ട് പോയിന്റ് എന്ന് പറയും അല്ലേ. ഈ 2 പോയിന്റുകൾ തങ്ങളിൽ ചേർന്നാൽ അതെന്താവും, ഒരു ലൈൻ സെഗ്മെന്റ് ആവും കേട്ടോ. ലൈൻ സെഗ്മെന്റ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഒരു ലൈനെ, ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ പോകുന്ന വരെ നമ്മൾ റേ അല്ലെങ്കിൽ രശ്മി എന്ന് പറയും അല്ലേ. എന്തിനാ ഇതൊക്കെ പറയുന്നതല്ലേ, നമ്മളെല്ലാം മാത്സിൻ്റെ എന്തു പഠിച്ചാലും അതിൻ്റെ ഒരു ബേസ് ഒന്ന് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. ഇതൊക്കെ എന്താ അല്ലേ, നോക്കി, ഇതൊരു പോയിന്റ് അല്ലേ ഡോട്ട്. 2 ഡോട്ടുകൾ ചേരുമ്പോൾ അതൊരു ലൈൻ സെഗ്മെന്റ് ആവും. ഒരു ഡോട്ടിൽ നിന്നും അതിങ്ങനെ നമ്മൾ ടോർച്ച് അടിക്കുകയും സൂര്യപ്രകാശം അടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ, ഒരു ഡോട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നതിന് റേ എന്ന് പറയും അല്ലേ. എന്നാൽ 2 വഴിക്കോട്ടുന്നുണ്ട്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഇതിനെയാ കറക്റ്റ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. ലൈൻ ഇടിക്കുന്നത് എങ്ങനെ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അല്ലേ, ഒരു വഴിക്കോട്ട് മാത്രമാണോ അല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് ലൈൻ എന്ന് പറയും. ഇതെന്താ, ലൈൻ സെഗ്മെന്റ് ആണ് കേട്ടോ. സെഗ്മെന്റ് ഇത് പോയിന്റിൽ നിന്ന് പോകുന്നതിന് നമ്മൾ റേ എന്ന് പറയും കേട്ടോ. പിന്നെ ഇനി എന്താണ്, ഇപ്പോൾ ഒരു ലൈനിൽ അല്ലേ ഇങ്ങനെ പോകുന്നതിനെ മറ്റൊരു ലൈൻ വന്നിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടി കണ്ടോ, അത് ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്താ, ഈ പടം കാണുമ്പോഴേ അറിയാം എന്താ, ഇൻ്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയും കേട്ടോ. ഇൻ്റർസെക്റ്റിംഗ് ലൈന്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഇങ്ങനെ വരയ്ക്കുന്ന ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് ചുമ്മാ അതൊന്നും പറഞ്ഞതേ ഉള്ളൂ, അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ എന്താ മാത്സ് ഒരുവിധം നമുക്ക് അറിയാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നിങ്ങളെ ഒരു ലൈന് അല്ലേ, ഇത് നമ്മളോട് പറയുന്നത് ഒരു ലൈൻ, ഒരു എന്താ, നമ്മൾ എങ്ങനെ ഒരു കോൺ വരയ്ക്കുക കേട്ടോ. അതായത് ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഒരറ്റത്തുകൂടി മറ്റൊരു വര വരച്ചാൽ ഇതൊരു വരയാണല്ലോ അല്ലേ. ഒരു വര വരച്ചിട്ട് നമ്മൾ അതിനെ എങ്ങനെ പറയാം അല്ലേ, ഇഫ് യു ഡ്രോ എ ലൈൻ, ഡ്രോ അനദർ ലൈൻ ഫ്രം വൺ ഓഫ് ഇറ്റ്സ് എൻഡ് പോയിന്റ്. എൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലേ. ഈ എൻഡ് പോയിന്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരു ലൈൻ ആണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതിനാണ്ട് ഞാൻ ഇങ്ങോട്ട് വരച്ച എൻഡ് പോയിന്റിൽ നിന്ന് എങ്ങോട്ട് വരച്ചാലും, മനസ്സിലായോ, ഒരു ലൈൻ വരച്ചിട്ട് അല്ലേ, ഇഫ് ഡ്രോ എ ലൈൻ ആൻഡ് ഡ്രോ അനദർ ലൈൻ ഫ്രം വൺ ഓഫ് ഇറ്റ്സ് എൻഡ് പോയിന്റിൽ നിന്ന്, ഒന്നുകിൽ ഇവിടെ ആകാം അല്ലെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇതും ഇത് 2 എൻഡ് പോയിന്റാണ്. ഈ ലൈനിൻ്റെ എൻഡ് പോയിന്റാണ് ഇതും. അപ്പം നമുക്ക് ഒന്നുകിൽ എന്താ ഇങ്ങോട്ട് വരയ്ക്കാം കണ്ടോ, ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പം ഒരു ലൈൻ വരച്ചിട്ട് കേട്ടോ, ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഒരറ്റത്തുകൂടി മറ്റൊരു വര വരച്ചാൽ അതെന്തായി, അതൊരു കോണായി. എന്തായി നിങ്ങളേത്, ഒരു കോണായി. കോൺ കേട്ടോ, മലയാളത്തിൽ എന്താ കോൺ, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്, ആംഗിൾ, ANGLE. നമ്മൾ പഠിക്കുന്ന എന്താ, ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ ലൈൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അല്ലേ, ഈ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ വന്നിട്ട് ഇങ്ങനെ വരയ്ക്ക് പറയുന്ന പേരാണ് കോൺ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇനി ഇങ്ങനെ ഇരിക്കുന്നത് പല തരത്തിലുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന വരകൾ പല തരത്തിലുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ തന്നെ അത് കിടപ്പുണ്ട്. ഞാനത് നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മട്ടകോൺ എന്ന് പറയും. മനസ്സിലായോ, നേരെ ഇരിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ ഒന്ന് കാണിക്കാം. അവിടെ സ്ട്രെയിറ്റ് ലൈനാണ് നോക്കണേ, നേരെ താപ്പോട്ട് കണ്ടോ, എന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നേരെ ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്താ പറയുന്നത്, റൈറ്റ് കേട്ടോ. റൈറ്റ് ആംഗിൾ. എന്താ നിങ്ങളെ, റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, 90 ഡിഗ്രിയാണ് ഇവിടുത്തെ. ഈ കട്ട പോലെ കൊടുത്തേക്കുന്നില്ലേ, ഈ കട്ട നിങ്ങൾ ഉദ്ദേശിച്ചോണം, അത് 90 ഡിഗ്രിയെ കാണിക്കാനാണ് ഈ ഒരു കട്ട കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പടം എടുത്തിട്ട് കേട്ടോ, ഇതുപോലെ എവിടെയെങ്കിലും ഒരു കട്ടയുണ്ടോ എന്ന് നോക്കണേ. അതിൻ്റെ അർത്ഥം എന്താ, അത് 90 ഡിഗ്രിയാണ് കേട്ടോ. അത് 90 ഡിഗ്രി, അത് നേരെ ഇരിക്കുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ഇങ്ങനെ നേരെ ഇരിക്കുകയല്ലേ, സ്ട്രെയിറ്റ്. നമുക്കൊന്ന് കുനിച്ചു വെച്ചാലോ,
നമുക്ക് ഒരു ലൈൻ വരച്ചിട്ടു നമ്മൾ അതിനെ എന്താ കുനിച്ച് ഒന്ന് കുനിഞ്ഞിരിക്കുക 90 ഡിഗ്രിയേക്കാൾ കുറച്ച് വെച്ചിരിക്കുക. നേരെ ഇരിക്കുമ്പോഴല്ലേ അത് 90 ആവുന്നത്, 90യേക്കാൾ കുറച്ച് കുനിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ എന്താ അത് പറയുന്നത്, അക്യൂട്ട് ആംഗിൾ എന്നാവും നിങ്ങൾ അതിന് പറയുന്നത്. 90 ഡിഗ്രിയേക്കാൾ അക്യൂട്ട് ACUT അക്യൂട്ട് ആംഗിൾ എന്നാണ് അതിന് പറയുന്നത്. റൈറ്റ് ആംഗിളിന് നമ്മൾ പറയുന്നത് മട്ടകോണ്. എന്താ നിങ്ങളെ മട്ടകോണ്. ഇപ്പോൾ നോക്കി തന്നെ അങ്ങ് പഠിച്ചോ, എഴുതി ഒന്നും വേണ്ട, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ എന്ത് പറയും, മട്ടകോൺ കേട്ടോ. മട്ടകോൺ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ, ട്രയാങ്കിൾ അല്ല റൈറ്റ് ആംഗിൾ കേട്ടോ, മട്ടകോണ്. പിന്നെ നോക്കിക്കേ, അത് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ എന്താ അതിന് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിളിൻ്റെ മലയാളം എന്താണെന്നറിയോ, ന്യൂനകോണ്. എന്താ ന്യൂനകോൺ, ന്യൂനകോൺ കേട്ടോ, ന്യൂനകോൺ. അപ്പം നേരെ ഇരിക്കുകയാണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ, കുനിഞ്ഞിരിക്കുന്നുണ്ടോ, കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ. ഇനി നോക്കിയേ എന്നാൽ നമുക്ക് അതിനെ അങ്ങ് നിവർത്തി വെക്കാം. ഇപ്പോൾ ഒരു ലൈൻ വരയ്ക്കുക, നോക്കിക്കേ, നിവർന്ന്, നമ്മൾ ഞെളിഞ്ഞിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, നിവർന്ന് കണ്ടോ, നിവർന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഒബ്റ്റ്യൂസ്, OBTUSE ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളതിനെ മലയാളത്തിൽ ബൃഹത്ത് കോൺ കണ്ടോ, ബൃഹത് കോൺ. അപ്പോൾ ഈ 3 കോണിനെ കുറിച്ചും പഠിച്ചേ. നമ്മൾ ആദ്യമേ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ എൻഡ് പോയിന്റിൽ വെച്ചിട്ട് എങ്ങോട്ടൊരു ലൈൻ വരച്ചാലും അതൊരു ആംഗിളാവും കുഞ്ഞുങ്ങളെ. ആ ആംഗിളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ആംഗിളാണെങ്കിൽ അത് മട്ടകോണാണ്, റൈറ്റ് ആംഗിളാണ്. ഇനി അത് കുനിഞ്ഞാണ് ഇരിക്കുന്നെങ്കിൽ അത് അക്യൂട്ട് അല്ലെങ്കിൽ ന്യൂനകോണാണ്. ഇനി ഞെളിഞ്ഞ് ഇങ്ങനെ അല്ലേ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണ്, ബൃഹത് കോൺ എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിൽ അതിനെക്കുറിച്ചുണ്ട്, ഈ പടമൊക്കെ ഉണ്ട് കണ്ടോ. 90 ഡിഗ്രി ലെസ് ദാൻ, ഇപ്പോൾ 60 എന്ന് പറയുന്നത് 90-നേക്കാൾ കുറവല്ലേ, അപ്പോൾ അത് അക്യൂട്ടാണ്. 110 എന്ന് പറയുന്നത് 90-നേക്കാൾ കൂടുതലാണ്, അപ്പോൾ അത് ഒബ്റ്റ്യൂസാണ്. മനസ്സിലായോ? മനസ്സിലാക്കി തന്നെ പോണേ. അപ്പോൾ അതിൻ്റെ ഇവിടെ അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്, നമ്മളിതൊക്കെ ചെയ്തതാണ്. എന്നാലും കേട്ടോ, ഇതൊക്കെ ചെയ്താ. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഒരു വര മീൻസ് 2 വര. ഇപ്പോൾ നമ്മളിത് ഓക്കെ ആണല്ലോ, മനസ്സിലാക്കി പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഇത്രയും ആംഗിളുകളെ കുറിച്ച് പഠിച്ചു. ഇനി ഞാൻ നേരെ ഒരു ലൈൻ വരയ്ക്കുക, കണ്ടോ, ഒരു ലൈൻ വരയ്ക്കുക. ഇതുവരെ നമ്മൾ അതിൻ്റെ എൻഡ് പോയിന്റിൽ വെച്ചാണ്, നോക്കിയേ, ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ എൻഡ് പോയിന്റിൽ വെച്ചാണ് ഞാനൊരു ആംഗിൾ വരച്ചത്. അത് ഇപ്പുറത്തും ആവാം അപ്പുറത്തും ആവാം കേട്ടോ. ഇനി ഇത് നിങ്ങൾ വിചാരിക്കും ഇവിടെ മാത്രമേ വരത്തുള്ളൂ, ഇവിടെ വരത്തില്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയും വരും കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മൾ നേരെ ഒരു ലൈൻ വരച്ചു കേട്ടോ, ഒരു ലൈൻ വരച്ചു. ഞാൻ അതിനെ നോക്കിക്കേ, സ്ട്രെയിറ്റ് ആയിട്ട് താപ്പോട്ടൊരു വര കൊടുത്തെന്ന് വെച്ചോ നിങ്ങൾ. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താപ്പോട്ടൊരു വര വെച്ചെന്ന് വെച്ചോ കേട്ടോ. 2 വരകളല്ലേ ഇവിടെ കൂട്ടിമുട്ടിയത്, നോക്കിയേ, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര. മനസ്സിലായോ? 2 വരകൾ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക എപ്പോഴും എത്രയാണെന്നറിയാമോ? 180 ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ അടുത്ത പഠിക്കാം, നമ്മൾ ഓരോ സ്റ്റെപ്പാണ്. ഇത് നിങ്ങൾ പഠിച്ചല്ലോ, ഇത് ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ആംഗിളുകളെ കുറിച്ച് അല്ലേ, 90 ഡിഗ്രി ഉള്ളതിനെ മട്ടകോണ്, 90-ൽ കുറവുള്ളതിനെ 90 ഡിഗ്രി ലെസ് ദാൻ ആണ്. 90 ഡിഗ്രി ലെസ് ദാൻ കുറവാണെങ്കിൽ 90 ഡിഗ്രി ലെസ് ദാൻ, ഇത് 90 ഡിഗ്രി മോർ ദാൻ, 90-ൽ കൂടുതലാണെങ്കിൽ കേട്ടോ. 90 ഡിഗ്രി കുറവാണെങ്കിൽ അക്യൂട്ട്, 90 ഡിഗ്രിയിൽ മോർ ദാൻ കൂടുതലാകുകയാണെങ്കിൽ അത് ബൃഹത് കോൺ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് കോൺ. ഇനി നമ്മൾ മൂന്നാമത് പഠിക്കുന്ന ഓരോ സ്റ്റെപ്പുകളാവും നിങ്ങളെ കണക്കിൻ്റെ. നമ്മളൊരു ലൈൻ വരച്ചു, അതിൻ്റെ അതിൽ മറ്റൊരു ലൈൻ, അതായത് 2 വരകൾ നോക്കിയേ, ഇതൊരു വര, ഇതൊരു വര. ഈ 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക എപ്പോഴും എത്രയാണെന്നറിയോ? 180 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ടെസ്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ 131 അവിടെ ബോക്സ്, പച്ച ബോക്സ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണേ. എന്താ പറഞ്ഞത്? ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വെൻ 2 ലൈൻസ് മീറ്റ് ഇൻ 180 ഡിഗ്രി. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക എപ്പോഴും എത്രയാ? 180 ആയിരിക്കും. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, സ്ട്രെയിറ്റ് ഒരു വര വരച്ചാൽ എന്തോ നിങ്ങളെ, നേരെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്രയായിരിക്കും? അതുകൊണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്, എത്ര? നേരെ വരച്ച് കഴിയുമ്പോൾ 90 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു കട്ട കൊടുക്കാം അല്ലേ, 90 ഡിഗ്രിയാണ് അല്ലേ, നേരെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് നേരെ ആയതുകൊണ്ട് ഇപ്പുറത്തും എന്താ വരയ്ക്കാം? 90 അല്ലേ. അപ്പോൾ നോക്കിയേ, 90-90 കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നെന്ന് നോക്കിയേ? 180 വന്നില്ലേ? മനസ്സിലായോ?
180 വന്നില്ലേ? കാരണം നേരെ ഇരിക്കുവാണെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് റൈറ്റ് ആണ് അല്ലേ, റൈറ്റ് ആംഗിൾ ആണ്. അപ്പം 90 ഡിഗ്രി മട്ടകോൺ. ഇനി അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണോടെ കാണിക്കഞ്ഞുള്ളേ. അതായത് ഇപ്പോൾ താണ്ടെ ഈ ഒരു ലൈൻ ഞാൻ വരച്ചു, അതിനെ മറ്റൊരു ലൈൻ വന്ന് കൂട്ടിമുട്ടി, ജസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന് കൂട്ടി, നേരെ ഇരുന്നതുകൊണ്ട് കുഴപ്പം വേണ്ട. അപ്പം ഞാൻ എന്നിട്ട് ഇതിൻ്റെ ചെറിയ വശം മീൻസ് ഇത് ചെറിയ കോണ് അല്ലേ, ആംഗിള്, കോണല്ല ആംഗിള് അല്ലേ, ഇത് 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക 180 ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ദ സം ഓഫ് 2 ആംഗിൾ വെൻ 2 ലൈൻസ് മീറ്റ് 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇത് ചെറിയ ആംഗിൾ അല്ലേ കുഞ്ഞുങ്ങളെ, ഇത് വലുതാണ് അല്ലേ, ചെറുതും വലുതുമാണ്. ഈ ചെറിയ ആംഗിൾ ഞാൻ പറയുക ഇതൊരു 60 ഡിഗ്രി ഉണ്ട് എന്ന് ഞാൻ പറയുക. ഈ ചെറിയ ആംഗിൾ 60 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ വലിയ ആംഗിൾ എത്ര നിങ്ങളോട് ചോദിക്കുക. ഈ എക്സ് എത്ര, എക്സ് എന്നൊരു എന്ത് പേര് വേണമെങ്കിലും കൊടുത്തോ, നിങ്ങളുടെ പേര് വേണമെങ്കിലും കൊടുത്തോ കേട്ടോ. അപ്പോൾ എന്ത് പേര് എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുത്തോ കുഞ്ഞുങ്ങളെ. നമ്മൾ കൂടുതലായിട്ടും എക്സും വൈയും എയും ബിയും ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് അങ്ങ് എക്സ് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? നിങ്ങളൊന്നും ആലോചിക്കേണ്ട. ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും അറിയേണ്ടാണ്ട് ഈ 180 ആട്ടോ, ഏറ്റവും കൂടുതലും അറിഞ്ഞിരിക്കേണ്ട ഈ 180. ഈ 180 നിന്നും നമുക്ക് തന്ന ചെറിയ ആംഗിൾ അങ്ങ് കുറയ്ക്കണം കേട്ടോ. ചെറിയ ആംഗിൾ കുറയ്ക്കുമ്പോൾ എത്ര? 120 വരും കണ്ടോ, 120 ആണ്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 120. നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ? ലീനിയർ പെയർ. ലീനിയർ പെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? രേഖീയ ജോഡി. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക എപ്പോഴും 180 ആണെന്ന് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഒരു ലൈന് വേറൊരു ലൈൻ, 2 ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ 180 ആണ്. അപ്പോൾ ഇവിടെ 60 ഒരു വശം ഉണ്ടെങ്കിൽ അടുത്ത വശം എത്ര? 120. രണ്ടുകൂടെ കൂട്ടുമ്പോഴല്ലേ 180 വരേണ്ടത് അല്ലേ. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 വരണം. സംശയം അറിയോ അതിൻ്റെ? ഒരെണ്ണോടെ ചെയ്യണോ? ഒരെണ്ണോടെ വരയ്ക്കാം. ഞാനേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക, ഞാൻ തിരിച്ചിങ്ങോട്ട് വരയ്ക്കും. ഇനി അങ്ങോട്ട് ഇരുന്നത് കൊണ്ട് തെറ്റിയെന്ന് വേണ്ട. ഞാനിവിടെ ഒരു ഞാൻ ഇവിടെ ഒരു 20 കൊടുത്തെന്ന് വെച്ചോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 20 കൊടുത്തു കേട്ടോ. ഇത് ഒരു വരയാണ്, മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടി. അതല്ലേ ഇവിടെ സംഭവിച്ചത്? ഒരു വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടി. ഇവിടെ എത്ര ഉണ്ട്? 20 അല്ലേ. നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അവിടെ എത്രയാണ് വരേണ്ടത്? 180 ആണ്, 180 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാം വൈ കണ്ടുപിടിക്കുക. നിങ്ങളെന്താ ഇവിടുത്തെ വൈ കണ്ടുപിടിക്കാൻ. അപ്പം നമുക്കറിയാം അല്ലേ, എന്താ നമുക്ക് ഈ 20ഉം ഈ വൈയൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം? 180 വരണം അല്ലേ. ഈ 20ഉം ഈ വൈയൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 വരണമെന്ന് നമുക്കറിയാം ഇല്ലയോ. അപ്പം വൈ ഈസിക്കൽ ടു എന്ത് ചെയ്യണം? 180ൽ നിന്നും ഈ 20 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 160 ഡിഗ്രിയാണ് വൈ അവിടെ വരുന്നത്. ഇങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതി പഠിക്കാമെങ്കിലേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കേട്ടോ എളുപ്പം ചെയ്യാം. ഇനി അതല്ല ഇങ്ങനൊന്നും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി 180ൽ നിന്ന് 20 അങ്ങ് കുറച്ചാൽ മതിയെന്ന്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ. നിങ്ങൾ ഇതൊക്കെയെന്ന് വെച്ചാൽ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതാണ് കേട്ടോ. 20y + 20ൽ നിന്നും ഈ 20 ചെറിയ കോണിൻ്റെ കൂടെ വലിയ കോണൂടെ കൂട്ടുമ്പോൾ കേട്ടോ, ചെറിയ ഈ ആംഗിളിൻ്റെ കൂടെ അല്ലേ വലിയ ആംഗിളിലൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 180 വരണം. അപ്പോൾ നമുക്കിവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് 20. 20ൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ 180 കിട്ടും? 160 കൂടെ കൂട്ടിയാൽ 180 കിട്ടും. മനസ്സിലായോ? ഇനി ചെയ്യണോ? അത് ഓക്കെ ആണല്ലോ. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പേജ് ആണോ നിങ്ങൾ ഇവിടെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇനി അത് ചെയ്യണോ? മനസ്സിലായോ? പറയണോ? അതായത് ഇവിടെ ടെസ്റ്റിൽ ഒരു വര വരച്ചു, മറ്റൊരു വര വന്നു. നോക്കിയേ 100 അല്ലേ, 100 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 180 ആണ്. 180ൽ നിന്ന് തന്നിരിക്കുന്ന 100 കുറച്ചപ്പം 80. ഇവിടെ നോക്കിയേ അതിന് ചരിഞ്ഞോ? ഇനി നിങ്ങൾ വിചാരിക്കും ഇത് മേപ്പോട്ട് വരച്ചാൽ മാത്രമേ വരത്തുള്ളൂ എന്ന് ചിലപ്പോൾ ചോദിക്കാം അല്ലേ. ഈ മേപ്പോട്ട് മാത്രമേ ആംഗിൾ വരത്തുള്ളൂ എന്ന് ചിലപ്പോൾ സംശയം വരും. അങ്ങനൊന്നുമില്ല നിങ്ങൾ. അതാണ്ടേ ഇപ്പം ഞാനിങ്ങനെ ഇത് വരച്ചു. താപ്പോട്ട് ഞാനാണ്ട് ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചോ. അപ്പോഴും എന്താ 2 വരയല്ലേ, 2 വരകൾ തങ്ങൾ. ഞാൻ പറയാം ഇവിടെ 150 ഉണ്ടെന്ന് വെച്ചോ. ഇവിടെ 150 ഡിഗ്രിയാണ്. താപ്പോട്ടാണ് ഇരിക്കേണ്ടത്. താപ്പോട്ടോ മേപ്പോട്ടോ എങ്ങനെയോ ആയിക്കോട്ടെ, നമുക്കറിയാം ഒരു വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ 180 ആണെന്ന്. അപ്പം നിങ്ങളോട് പറയുക എ കണ്ടുപിടിക്കുക. ഇവിടെ എ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. നമുക്കറിയാം അല്ലേ. എന്താ എയുടെ കൂടെ 150 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 180 വരണം. അപ്പോൾ എ ഉണ്ടോ? എ തന്നിട്ടില്ല. അപ്പം 180ൽ നിന്ന് 150 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. എത്ര? 30.
കണ്ടോ 30 കിട്ടി. 150 കൂടെ 30 കൂടെ കൂട്ടുമ്പോഴാണ് 180 വരുന്നത്. ഇപ്പം മനസ്സിലായോ? ഇനി തെറ്റത്തില്ലേ? പറയണോ കുഞ്ഞുങ്ങളെ ഒന്നുകൂടെ? അതായത് ഒരു ലൈനിലെ ഒരു വരയെ മറ്റൊരു വര വന്ന് എങ്ങോട്ടേലും കൂട്ടിമുട്ടെ, താഴോട്ടോ മേപ്പോട്ടോ എങ്ങോട്ടോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഇനി താപ്പോട്ടോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഒരു വശം തരും, ഏതെങ്കിലും ഒരു വശം തരും. ഇപ്പോൾ ഇവിടെ ആയിക്കോട്ടെ, ഇവിടെ ഞാനിപ്പോൾ ഒരു 40 വെച്ചെന്ന് വെച്ചോ അല്ലേ, 40. അപ്പം നമുക്കറിയാം ഇത് മൊത്തം എത്ര, 180 ആണ് അല്ലേ, 180 ആണ്. 180 40 കുറച്ചാൽ എത്ര, 140. ആ 140 ആയിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ ആണേ. ഇനി അടുത്തത് അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ടോ കുഞ്ഞുങ്ങളെ? ശരി, നീണ്ടു പോന്നോ? വേണ്ടേ, ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടോ. ഇവിടെ എത്രയാണെന്ന് നോക്കിയാൽ 2 വര. പെട്ടുപോയി അല്ലേ. ഞങ്ങൾ ഇതുവരെ ഒരെണ്ണേ പഠിച്ചിട്ടുള്ളൂ. ഇത് ഇവിടുന്ന് 2 എണ്ണം കയറി വന്നേ. അങ്ങനെ ഒരു ഡൗട്ട് വരുന്നില്ലേ? നമുക്ക് മാറ്റാം അല്ലേ, നമ്മളൂടെ. അപ്പോൾ ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ആ ചോദ്യം നിങ്ങൾ നോക്കണേ. ഒരു വര വരച്ചു കണ്ടോ, ഒരു വര വരച്ചു. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ, എക്സസൈസ് ചോദ്യമാണ്. വേണ്ടേ, ഒരെണ്ണം ഇവിടെ വന്നു, പിന്നെ ഇപ്പുറത്ത് ഒരെണ്ണവും കൂടിയുണ്ട്. 2 എണ്ണം തന്നേക്കുന്നു. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഒരെണ്ണം തന്നെ ചെയ്യുന്ന പാട് ഞങ്ങൾക്ക് അറിയാൻ തന്നെ. 2 എണ്ണവും പൊക്കി എടുത്തുകൊണ്ട് വന്നേക്കും ഇല്ലയോ? അങ്ങനെ ഒരു ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇവിടെ എത്ര ഉണ്ട്? 25 തന്നിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ, പേജ് നമ്പർ 131 അണ്ട ഈ ചോദ്യമാണ് നമ്മൾ ഈ പറയുന്നത്. 25 തന്നിട്ടുണ്ട്. അണ്ട് ഇവിടെ 50 തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുക ഈ എക്സ് എന്ന് വെച്ചാൽ തരാത്ത ഈ ഭാഗം എത്ര എന്ന്. അതിന് ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്താൽ, എന്ത് പേര് വേണമെങ്കിലും കൊടുത്താൽ, കാരണം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്കറിയാം എന്താ, ഒരു വരയെ മറ്റൊരു വര കൂട്ടിമുട്ടുമ്പോൾ 180 ആണ് അല്ലേ, അറിയാം. അപ്പോൾ ഇവിടെ എത്രയൊക്കെ തന്നിട്ടുണ്ടോ നിങ്ങളെ? ഇപ്പോൾ ഇവിടെ എന്താ, 25 ഡിഗ്രി തന്നിട്ടുണ്ട്, 50 ഡിഗ്രി തന്നിട്ടുണ്ട്. പക്ഷേ എക്സ് തന്നിട്ടില്ല. പക്ഷേ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം 180 വരേണ്ടതെന്ന് അല്ലേ. ഈ 3 എണ്ണം കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം 180 വരേണ്ടതെന്ന്. അപ്പം 25ഉം 50 കൂടെ കൂട്ടുമ്പോൾ എത്ര? 75 ഡിഗ്രി പ്ലസ് എക്സ് ഈസിക്കൽ ടു 180 ഡിഗ്രി. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത് 2 കൂടെ കൂട്ടി അപ്പോൾ 75. ഈ എക്സ് ആണ് ഇത് 180. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 180 നിന്നും 75 അങ്ങ് കുറയ്ക്കുമ്പോൾ എത്ര വരും? എത്ര? 105 അല്ലേ. 105ൻ്റെ കൂടെ അല്ലേ 75ഉം 5ഉം 80. ഓക്കെ, 105 ഡിഗ്രി ആവും നിങ്ങളവിടെ വരുന്നത്. അതല്ല, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കൂട്ടി നോക്കിയാൽ 25ഉം 50ഉം 75 അല്ലേ. 180 നിന്ന് 75 കുറച്ചാൽ എത്ര വരുന്നത്? 105. അപ്പം നമുക്കിവിടെ കിട്ടും. മനസ്സിലായോ? സംശയമുണ്ടോ? ഈ എക്സ് എവിടുന്ന് വന്നാന്ന് ഡൗട്ട് ഉണ്ടോ നിങ്ങൾ? എക്സ് നമുക്ക് എന്താണോ കാണാനുള്ളത് അതിന് ചുമ്മാ അതൊരു പേരങ്ങ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ മതി. ഏതാ, 25ൻ്റെ കൂടെ 50 കൂടെ കൂട്ടുക. എത്ര ആംഗിൾ നമുക്ക് തരുന്നുണ്ടോ അത് കൂട്ടുക കേട്ടോ. കൂട്ടിയിട്ട് 180നെ കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത ചെയ്യാം. അടുത്ത ചിത്രത്തിലെ വരകളുടെ കോണുകളുടെ നമുക്ക് 2 സെറ്റ് സ്ക്വയർ നോക്കൂ നിങ്ങൾ. ഇവിടെ 2 സെറ്റ് സ്ക്വയർ എടുത്ത് വെച്ചിരിക്കുക അല്ലേ. ഈ 2 സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ ഇപ്പം ഞാൻ ചെയ്ത് തരണോ? അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 2 സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ ഇവിടെ നോക്കിയേ. ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ഒക്കെ മെഷർ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെറ്റ് സ്ക്വയറിൻ്റെ അളവൊക്കെ അറിയാമല്ലോ. ഏതാ, ഏറ്റവും ചെറിയ വശം 30 അല്ലേ. മറ്റേ ഏറ്റവും വലിയ വശം എത്ര? ഇവിടെ ഒരു വശം 60, ഒരു വശം 90. നിങ്ങൾ എടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം. പിന്നെ മറ്റേത് 2 45, ഒരു 90 എന്ന് വെച്ചാൽ ഒരു സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ 180 ഡിഗ്രി ആണെന്ന് ഓർത്തോണം കേട്ടോ. ഒരു സെറ്റ് സ്ക്വയറിൻ്റെ അളവ് എപ്പോഴും എത്ര? 180 ഡിഗ്രിയാണ്. അത് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അടുത്തത് അപ്പം നമുക്കിവിടെ നോക്കിക്കേ. ഈ സെറ്റ് സ്ക്വയർ വെച്ചേക്കുന്നത് ഇവിടെ 45 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. പക്ഷേ ഇവിടെ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഇവിടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു വശം എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 45 ഉണ്ട്. ഒരു വശം എത്ര ഉണ്ട്? 60 ഉണ്ട്. ഈ 45ഉം 60 കൂടെ കൂട്ടുമ്പോൾ എത്ര? 45ഉം 60 കൂടെ കൂട്ടുമ്പോൾ 105 വരും കേട്ടോ. 105. അപ്പം മുമ്പ് നമ്മൾ ചെയ്ത പോലെയാണ്. 2 സെറ്റ് സ്ക്വയറിൻ്റെ സൈഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലായോ? അതായത് നമുക്ക് അണ്ടേ ഇപ്പോൾ ഒരു വര വരയ്ക്കുക. സെറ്റ് സ്ക്വയർ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെയും വെച്ചേക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെയും വെച്ചേക്കുക കുഞ്ഞുങ്ങളെ. ഇതാ സംഭവം കണ്ടോ. അപ്പോൾ ഇവിടെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ ഭാഗം എന്ന് വെച്ചാൽ 60 ഡിഗ്രിയാണ്. ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ 45ഉമാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ എത്രയാണെന്ന് നമുക്ക്, കാരണം ഇത് ഫുൾ എത്രയാണെന്ന് നമുക്കറിയാം. എത്ര? ഒരു ലൈനെ ഒരു ലൈനിലെ മറ്റൊരു വന്നാൽ എത്ര? 180 ആണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ 45 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയാ? ഇവിടെ എത്ര? നമുക്കൊരു പേര് കൊടുക്കാം, എക്സ്. മുമ്പലത്തെ കൂട്ടം ഒരു പേര് കൊടുക്കാം, എക്സ്. അപ്പോൾ എങ്ങനെ എഴുതാം നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ മുമ്പ് പറഞ്ഞ രീതി ചെയ്തുകൂടാ? എങ്ങനെയാ? 45 ഡിഗ്രി പ്ലസ് എക്സ് പ്ലസ് 60
പ്ലസ് അല്ല ഈസിക്കൽ ടു 180 ഡിഗ്രി എന്ന് വെച്ചാൽ ഇത് 3 എണ്ണവും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം അല്ലേ? 45ഉം 60 കൂട്ടുമ്പോൾ എത്ര? 105 അല്ലേ? 105 പ്ലസ് എക്സ് ഈസിക്കൽ ടു 180 ഡിഗ്രി. അപ്പോൾ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസിക്കൽ ടു 180. ഈ 105 കുറയ്ക്കണം. കുറയ്ക്കുവാന്നേ. അപ്പോൾ എത്ര വരും? 105. 180 105 പോയാൽ 75 അവഞ്ഞുകളെ വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 75. മനസ്സിലായോ? നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ 2 വശങ്ങൾ മാത്രമേ സെറ്റ് സ്ക്വയറിൻ്റെ തന്നിട്ടുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3 വശം കൂടെ കൂട്ടുമ്പോൾ 180 നമുക്കറിയാം അല്ലേ? നമ്മളിപ്പോൾ കുറേ ചെയ്തു. 3 വശം കൂടെ കൂട്ടുമ്പോൾ 180. അപ്പോൾ ഈ തന്നിരിക്കുന്ന 2 വശം കൂടെ കൂട്ടിയപ്പോൾ 105. 105 പ്ലസ് എക്സ് ഈസിക്കൽ ടു 180. അപ്പോൾ 180 നിന്ന് ഈ 105 കുറച്ചപ്പോൾ നമുക്ക് 75 ഡിഗ്രിയാണ് അവിടെ കിട്ടിയത് കേട്ടോ. അതങ്ങ് നോക്കി മനസ്സിലാക്കണേ. അതുപോലെ തന്നെ താണ്ടെ ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കണേ. നമ്മൾ എളുപ്പം ചെയ്തു പോവുക കേട്ടോ. മനസ്സിലാക്കി പോകണം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ. ഇവിടെ ഇങ്ങനെ ഇവിടെ മാത്രം തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഇവിടെ എത്രയൊന്നും ഇല്ല. ഇവിടെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് വൈ എന്നും പേര് കൊടുക്കാം. എക്സ് എന്നും വൈ എന്നും പേര് കൊടുക്കാം. കാരണം അവിടെ 2 ഇടവും നമുക്ക് കണ്ടുപിടിക്കണം. എന്തോ ചെയ്യും? അല്ലേ? പക്ഷെ അവർ പറയുന്നുണ്ട് എന്താണെന്നറിയോ? ഈ നമുക്ക് കിട്ടാനുള്ള 2 വശവും ഒരേ അളവായിരിക്കുമെന്ന് കേട്ടോ. 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണെന്ന് അവർ പറയുന്നുണ്ട്. ഒരേ അളവാണ്. അപ്പം നമുക്കറിയാം എന്താ നിങ്ങളെ ഈ 3 എണ്ണവും അല്ലേ? എങ്ങനെ എഴുതാം? 30 ഡിഗ്രി പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് എത്ര? 180 നമുക്കറിയാം അല്ലേ? രണ്ടും കൂടെ എത്ര? 3 എണ്ണം കൂടെ കൂട്ടുമ്പോൾ 180 നമുക്കറിയാം. അപ്പോൾ എക്സും വൈയും എങ്ങനെ കാണുമെന്നോ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 180 എന്ത് ചെയ്യണം? 180 നിന്ന് 30 അങ്ങ് കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടി? 180 30 പോയാൽ 150 കിട്ടും കേട്ടോ. ഈ 150 എക്സിനും വൈക്കും, കാരണം രണ്ടും തുല്യ അളവാണെന്ന് പറഞ്ഞതുകൊണ്ട് 150 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. എക്സ് 2x വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാനിത് എക്സ് വൈ എന്ന് പറഞ്ഞ 2 എടുത്തും എന്നുള്ളത് കൊണ്ടാവും നിങ്ങളിവിടെ 2 എണ്ണം പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താ എക്സ് എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഈ കാരണം എന്താ? 2 ഒരേ അളവായതുകൊണ്ട് 2 പേർക്ക് ഒരുപോലെ കൊടുക്കണമെന്ന്. മനസ്സിലായോ? ഈ 150 2 പേർക്കും തുല്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ? 150 ഡിവൈഡ് 2 തുല്യമായിട്ട് കൊടുക്കണം. എത്ര? 75 വരും കേട്ടോ. എക്സിനും എത്ര എടുക്കണം? എക്സിനും കൊടുക്കണം 75, വൈക്കും കൊടുക്കണം 75. അത് നമുക്ക് ഇഷ്ടമുള്ള രീതി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആൻസർ കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മനസ്സിലാക്കി. കണക്ക് നമ്മൾ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കുഞ്ഞുങ്ങളെ. നമുക്ക് എങ്ങനെ മനസ്സിലാവും കേട്ടോ. അതാ പഠിക്കേണ്ടത്. മനസ്സിലായോ? നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. ഇവിടെ ഒരു നോക്കിക്കേ 30 മാത്രമേ വന്നിട്ടുള്ളൂ. ഈ 2 വശം തുല്യമാണ്. 2 പേർക്കും ഒരേപോലെയാണ് കിട്ടുന്നതെന്ന് അവിടെ അല്ലേ? ഈ 2 എക്സിനും വൈക്കും അല്ലെങ്കിൽ പേരെന്തോ ആയിക്കോട്ടെ, അവർക്ക് 2 പേർക്കും ഒരേപോലെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരേ അളവുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം 180 നിന്ന് 30 അങ്ങ് 180 ആണ്. എപ്പോഴും 180 ആണ്. 180 നിന്ന് ഈ 30 കുറച്ചപ്പോൾ നമുക്ക് 150 കിട്ടിയത്. ആ 150 തുല്യമായിട്ട് വീതിച്ചു കൊടുത്തപ്പം 2 പേർക്ക് 75 വീതമാണ് കിട്ടുന്നത്. ഇവിടെ ഈ വൈക്ക് പേരെന്തോ ആയിക്കോട്ടെ, ഇതിനും തുല്യമായിട്ട്, അതായത് 75 വീതം വെച്ച് വീതിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ ആണേ? ഓക്കെ. ഇനി നമ്മൾ മുറിച്ച് കടക്കുന്ന വരകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നിങ്ങളെ അതായത് ലൈൻ ഇൻ്റർസെക്റ്റ്. മുമ്പ് നമ്മൾ പറഞ്ഞ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ഈ ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് അതിൻ്റെ ഇങ്ങനെ പോകുന്നതിനെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മുറിച്ച് കടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ ആദ്യമേ നമ്മൾ പറഞ്ഞ രീതി വെച്ച് നോക്കിയേ. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? നമ്മൾ പറഞ്ഞു ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് മുറിച്ചു. അപ്പോൾ 70 ആണെങ്കിൽ ഇവിടെ എത്ര? 110 കേട്ടോ. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 110. കാരണം എന്താ? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. അങ്ങനെയാണെങ്കിൽ നോക്കി അതിൻ്റെ തൊട്ട് താഴെ ഇനി നോക്കിക്കോണേ, മനസ്സിലാക്കണേ. നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി അടുത്ത 4ാമത്തെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമാവും നിങ്ങൾ കേട്ടോ. എളുപ്പവഴി എന്തോന്നറിയോ? ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയാ? ഒന്ന് പറഞ്ഞേ. ഇവിടെ 70 നോക്കി, അളവ് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും 70 തന്നെയായിരിക്കും.
ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70, ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എത്രയാ 110. ഈ ഒരു ക്ലൂ ഓർത്തങ്ങ് വെച്ചേക്കണം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് നോക്കണം കേട്ടോ. ഇനി അതല്ല, ഈ ഓപ്പോസിറ്റൊക്കെ നമുക്ക് പാടാണെങ്കിലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ലൈന് മറ്റൊരു ലൈൻ വന്ന് വേണ്ട കണ്ടോ മുറിച്ചപ്പോൾ അല്ലേ. നോക്കിക്കേ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയേ നിങ്ങളെ നോക്കിയേ. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര 110 അല്ലേ. ഇനിയും അത് മാത്രമല്ല, അടുത്തടുത്ത രണ്ടെണ്ണം നോക്കിയേ നിങ്ങൾ. ആ അടുത്തടുത്ത് കിടക്കുന്ന രണ്ടെണ്ണം നോക്കിയേ. ഇതും ഇതുകൂടെ നോക്കിയേ എത്ര 180 അല്ലേ. ഇതും ഇതുകൂടെ നോക്കിയേ 180 അല്ലേ. ഇതും ഇതുകൂടെ നോക്കിയേ 100. അടുത്തടുത്ത് കിടക്കുന്ന രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം 180 വരണം കേട്ടോ. അതിൻ്റെ താഴെ ഇതുപോലെ ഒരുപാട് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് പഠിക്കുന്നുണ്ട്. 2 വരകൾ മുറിച്ച് കിടക്കുമ്പോൾ 4 കോണുകളാകുന്നു. ശരിയല്ലേ? ശരിയല്ലയോ? 2 വരകൾ നോക്കിക്കേ, ഞാനൊരെണ്ണം കാണിക്കാം. ഇപ്പം ഇതൊരു വര, ഇതിനെ മുറിച്ച് വേറൊരു വര വേണ്ടേ മുറിച്ച് കടന്നു, കണ്ടല്ലോ. ഇപ്പം 4 കോണുകളായില്ലേ. നോക്കിയേ, 1 2 3 4. ഇവ പരസ്പരം ലംബമാണെങ്കിൽ എന്തെങ്കിലും ലംബം പെർപെൻഡിക്കുലർ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താവും നിങ്ങളേത്? വെൻ 2 ലൈൻ ഇന്റർസെക്റ്റ് 4 angles ആർ ഫോംഡ് ഇഫ് ദ ലൈൻ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എന്ന് വെച്ചാൽ നമ്മളപ്പോൾ പറഞ്ഞ രീതിയിൽ വേണ്ടേ, ഇതിപ്പം ഒരു നോക്കിക്കേ, ഇതൊരു ലൈൻ, ഈ ലൈനെ നേരെ നടുക്കൂടെ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നേരെ കുരിശ് അല്ലേ, കുരിശ് പണിഞ്ഞ് നേരെ ലൈൻ വരയ്ക്കുന്നതിനെ എന്ത് പറയുന്നത്? പെർപെൻഡിക്കുലർ ലൈൻ. പരസ്പരം ലംബമാണെന്ന് പറയും. അപ്പം നമുക്ക് നോക്കിയേ 4 കോണുകൾ കിട്ടി ആണല്ലോ. നോക്കിയേ, ഇവിടെ 1. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കട്ട വരച്ചത്? എന്തുകൊണ്ടാണ് കട്ട വരച്ചത്? എന്തുകൊണ്ടാണ്? പരസ്പരം ലംബമാണ് എന്ന് വെച്ചാൽ അത് 90 ഡിഗ്രിയാണ്. നേരെ ഇരിക്കുന്ന വര എപ്പോഴും ഞാൻ തുടങ്ങിയപ്പോൾ മുതലേ പറഞ്ഞു, നേരെയായിരിക്കുന്നെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ, അത് പരസ്പരം ലംബമാണ്, പെർപെൻഡിക്കുലറാണ്. അവിടെ ഒരു കട്ടയടിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ആ 4 വശവും നോക്കൂ കുഞ്ഞുങ്ങളെ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. 90 ഡിഗ്രി ആയിരിക്കും. സംശയമുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ, നേരെയാണ്, 90 ഡിഗ്രിയാണ്. ചരിഞ്ഞ വരകളാണെങ്കിൽ 2 കോണുകൾ ചെറുതും 2 കോണുകൾ വലുതുമാണ്. മുമ്പ് ഞാൻ വരച്ചതുപോലെ ഇനി ഞാനിപ്പം കണ്ടേ, ഇത് നേരെ വരച്ചിട്ട് ഞാൻ ചരിച്ച് വരയ്ക്കുക. ഓക്കെ, ഇതിനെ ഞാൻ ചരിച്ച് വരയ്ക്കുക. കണ്ടോ, ചരിച്ച് വരയ്ക്കുക. ഇവിടെ നോക്കിക്കേ, ഇത് 2 ചെറിയ വരകളല്ലേ, ഇത് 2 വലിയ വരയല്ലേ ഇല്ലയോ? വലിയ ചരിഞ്ഞ വരകളാണെങ്കിൽ 2 കോണുകൾ, ഈ 2 കോണുകളും അല്ലെ ആംഗിളുകൾ എന്താ നിങ്ങളെ ചെറുതാണ്. ഇത് നോക്കിയാൽ ഇത് 2 വലിയ കോണുകളുമാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു ലൈൻ സ്ലാൻഡ് മീൻസ് ചരിഞ്ഞതാണെങ്കിൽ 2 സ്മാൾ ആംഗിളും കിട്ടും, 2 ചെറിയ ആംഗിളും കിട്ടും, 2 ലാർജ് ആംഗിളും കിട്ടും. മനസ്സിലായോ? ബോത്ത് സ്മാളർ ആംഗിൾ ഹാവ് ദ സെയിം മെഷർ അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ചെറിയ കോൺ 2നും ഒരേ അളവാണ്. ബോത്ത് ദ ലാർജർ ആംഗിൾ ഹാവ് ദ സെയിം മെഷർ, വലിയ കോൺ 2നും ഒരേ അളവാണ്. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ എത്ര വരും? 180 വരും. മനസ്സിലായോ? അടുത്തേ ഉള്ളൂ നിങ്ങളെ. ഞാൻ പറയുക, ഇത് ഒരു 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഓർത്തോണം, ചെറിയത് 2ഉം ഒരേപോലെയാണ്. ആണല്ലോ, ചെറുത് 2ഉം ഒരേപോലെയാണ്. സംശയമുണ്ടോ? നോക്കി, ഇത് 2ഉം ഒരുപോലെയാണ്. അപ്പോൾ വലുതോ? അപ്പോൾ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യും? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഗസ് ചെയ്തേ. അവിടെ എന്തുമായിരിക്കും നിങ്ങൾ വരുന്നത്? വരട്ടെ, ഉള്ളിലുള്ളതൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വരട്ടെ, ഇറങ്ങട്ടെ. നമുക്കറിയാമല്ലേ, ഈ ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് മുട്ടുമ്പോൾ എത്ര, നമ്മൾ ഈ പൊട്രാക്ടർ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. എത്ര പൊട്രാക്ടറിൻ്റെ അളവ് എത്ര? 180 അല്ലേ, 180. അപ്പോൾ ഇവിടെ എത്ര നിങ്ങളെ? ഇവിടെ എത്ര വരും? 180 ആണോ? അല്ല, കാരണം ഇവിടെ ഓൾറെഡി 30 ഉണ്ട്. അപ്പോൾ എത്ര? 150 വരുന്നത്. എന്തുകൊണ്ട് ഈ 50 വന്നത്? ഇത് 2 കൂടെ കൂട്ടുമ്പോൾ എത്ര? 180 വരണം അല്ലേ. ഇത് 2ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അപ്പോൾ ഇവിടെ 180 ആകുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇവ 2 ഒരുപോലെയല്ലേ, അപ്പോൾ ഇവിടെ 180 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെടുത്താണ്ട് ചെറിയ 2 ഇവർ 2 എപ്പോഴും സെയിം ആയിരിക്കും, ഇവർ 2 എപ്പോഴും സെയിം ആയിരിക്കും. ഇനി അടുത്തടുത്ത 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം?
എത്ര വരണം? ഇത് രണ്ടും അടുത്തടുത്ത മീൻസ് ഈ ആംഗിളും ഈ ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര വരണം കുഞ്ഞുങ്ങളെ? 180 വരണം. ഇനി ഈ ആംഗിളും ഈ ആംഗിളൂടെ കൂട്ടുമ്പോഴോ? രണ്ട് ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എപ്പോഴും എത്ര വരണം? 180 വരണം. ഓർത്തോണേ, രണ്ട് ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ 180 വരണം കേട്ടോ. ഓക്കെ ആണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഓരോ ജോഡി സമീപ കോണുകളിലെയും കോണുകളുടെ തുക 180 മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അതാണ്ട് ഇങ്ങനൊരു പടം തരുമോ നിങ്ങളെ? നമ്മളോട് പറയാം, എന്നോട് പറയാം, ഇപ്പം ഇതൊരു 30 ഡിഗ്രിയാണ് എന്നോട് പറഞ്ഞേക്കുക, 30. ബാക്കി 3 വശവും നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതും കണ്ടുപിടിക്കണം, ഇവിടെയും കണ്ടുപിടിക്കണം, ഇവിടെയും കണ്ടുപിടിക്കണം. നമ്മളോട് അല്ലേ? നമ്മുടെ പിള്ളേർ ബിനാസ് ലേണിംഗ് ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഇതറിയാം അല്ലേ? അല്ലെങ്കിലും അറിയാമെന്നില്ലയോ അല്ലയോ? അല്ലയോ? ഇത്രയുള്ളൂ ഞങ്ങളെ. ഇത് ചെറിയ ആംഗിൾ അല്ലേ? ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ? ചെറിയ ആംഗിളുകൾ തങ്ങളിൽ എന്താ എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെയും 30. അവർ രണ്ടും ഒരേപോലെ. അപ്പോൾ ഇവിടെ എത്ര വരും? മുമ്പ് നമ്മൾ പറഞ്ഞതല്ലേ, ഇതെത്രയാ? 180 ആണ് അല്ലേ? 180 എന്ന് പിടിവിടല്ലേ കേട്ടോ. നിങ്ങൾ ഈ ലൈൻസ് ആൻഡ് ആംഗിൾ പഠിക്കുമ്പോൾ 180 എന്ന് പിടിവിടരുത്. ഏത് ചോദിച്ചാലും 180 പിടിച്ചോളൂ കേട്ടോ. 180, അതായത് 180 നിന്നും 30 പോലെ എത്ര നിങ്ങളെ? 150 അത് തന്നെയായിരിക്കും 150. ഇത്രയേ ഉള്ളൂ. ഓരോ ജോഡിയിലും ഒരു കോണിൻ്റെ എതിരെയാണ് മറ്റേ കോൺ. ഇതിൻ്റെ എതിരാണ് ഇത്, ഇതിൻ്റെ എതിരാണ് ഇത് അല്ലേ? ഇവ എതിർ കോണുകളോ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നു. ഇതിന് ഈ 150ൻ്റെ ഓപ്പോസിറ്റ് ഇതാണ്, ഈ 30ൻ്റെ ഓപ്പോസിറ്റ് ഇതാണ്. തന്നെയുമല്ല കുഞ്ഞുങ്ങളെ, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് അല്ലേ, ഓരോ ജോഡി എതിർകോണുകളുടെയും കോണുകൾ എപ്പോഴും തുല്യമാണ്. അടുത്തടുത്ത് കിടക്കുന്ന കോണുകൾ തങ്ങളിൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. ഇവരെ രണ്ടിനെയും കൂടെ കൂട്ടിയേ 180, ഇവരെ രണ്ടിനെയും കൂടെ കൂട്ടിയേ 180, ഇവരെ രണ്ടിനെയും കൂടെ കൂട്ടിയേ 180, ഇവരെ രണ്ടിനെയും കൂട്ടിയേ 180 അല്ലയോ? പഠിച്ചോണം കേട്ടോ. ഓക്കെ, എന്നാൽ ഇവിടെ അങ്ങനെ കുറേ തന്നിട്ടുണ്ട് അല്ലേ? അത് നമുക്കൊന്ന് ചെയ്യാം. എല്ലാം അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞ് പോയാലോ അല്ലേ? നമ്മുടെ എന്തുവാണോ ടെസ്റ്റ് മൊത്തം കുത്തി വരച്ച് വെച്ചിരിക്കുക അല്ലേ? നിങ്ങളും ഇതുപോലാണോ? ഞാനിപ്പോൾ 2-3 വട്ടം ഈ ക്ലാസ് എടുത്തായിരുന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. പിന്നെ എൻ്റെ പിള്ളേരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇത്രയും കുത്തി വരച്ചത് കേട്ടോ. ടെസ്റ്റിൽ അങ്ങനെ കുത്തി വരയ്ക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. പേജ് നമ്പർ 137 ചോദ്യമാണ്. പേജ് നമ്പർ 137 ചോദ്യം നോക്കി എക്സസൈസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നല്ലതുപോലെ കേൾക്കണേ. 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. വേറെ ഒന്നും തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ നമ്മൾ പഠിച്ചതാ അല്ലേ? എന്താ ഓപ്പോസിറ്റ് സൈഡൊക്കെ എഴുതാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ എപ്പോൾ ഇതേലെ ഒരു പടം തന്നാലും ഇതേലെ എന്തായാലും ഉറപ്പായിട്ടും കാണും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ എതിരെയുള്ള കോണുകൾ നോക്കുക. അപ്പോൾ എന്താ, ഈ 50ൻ്റെ ഓപ്പോസിറ്റ് നോക്കി തന്നിരിക്കുന്ന നമുക്ക് ആദ്യമേ അങ്ങ് ചെയ്യാം. തന്നിരിക്കുന്ന കോണുകൾ നമുക്ക് ആദ്യമേ അങ്ങ് ചെയ്യാം. നോക്കിയേ, ഈ 50ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ചെയ്യാം അല്ലേ? 50 ഡിഗ്രിയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെ? എതിർ കോണുകൾ അല്ലേ? 50. നോക്കിയേ, ഇതിൻ്റെ 60, ഈ 60ൻ്റെ ഓപ്പോസിറ്റ് എത്ര? 60. ഇനി ഏതാ? ഇത് രണ്ടും നമുക്ക് കിട്ടിയില്ല അല്ലേ? ഈ 2 എണ്ണം നമുക്ക് കിട്ടിയില്ല. ഒരെണ്ണം കിട്ടാമെങ്കിൽ അത് തന്നെയാണ് മറ്റേത്, പക്ഷേ കിട്ടിയില്ല. അപ്പം നമുക്കറിയാം എന്താ, ഈ വലിയ വരയാണ് നിങ്ങൾ നോക്കണ്ടത് കേട്ടോ. വലിയ വര കേട്ടോ, അല്ലാതെ ഇങ്ങനെ ഈ കുറുകെ അടിച്ചതല്ല. ഈ വലിയ വര ഇതെന്താ, ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ഉണ്ട്? 180 വരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇത് മൊത്തവും കൂടി കൂട്ടുമ്പോൾ 180 വരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എത്ര ഉണ്ട്? 60ഉം 50ഉം കൂടെ കൂട്ടിയപ്പം 110 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 60ഉം 50ഉം കൂടെ കൂട്ടിയപ്പം 110 കിട്ടി. അപ്പം ഇവിടെ എത്ര ആയിരിക്കും? 110 വരെ വന്നിട്ടുണ്ട്. ഇവിടെ എത്ര വരും കുഞ്ഞുങ്ങളെ? 110ൻ്റെ കൂടെ 70 കൂടെ കൂട്ടിയപ്പോൾ 180 അല്ലേ? 50ഉം 60ഉം കൂടെ കൂട്ടിയപ്പം 110, 110. അതിൻ്റെ കൂടെ എത്ര കൂടി വന്നെങ്കിലേ 180 ഡിഗ്രി ആകത്തുള്ളൂ. എത്രയാ? 70 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? അപ്പോൾ അത് 70 കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ എതിർ കോണുകൾ എഴുതുവാനാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ തരത്തുള്ളൂ ഇല്ലേ? ഒരെണ്ണോടെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇങ്ങനെ വരച്ചു അല്ലേ? നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വരച്ചെന്ന് വെച്ചോ, പിന്നെ ഇങ്ങനെ വരച്ചെന്ന് വെച്ചോ. ഇതാണ് അടുത്ത പടം. അപ്പം നമ്മളെടുത്ത് പറയാം, ഇവിടെ നമുക്ക് ഒരു 70 തന്നെന്ന് വെച്ചോ. പിന്നെ ഇവിടെ നമുക്കൊരു 30 തന്നെന്ന് വെച്ചോ കേട്ടോ.
മനസ്സിലായോ? ഇത്രയും നമുക്ക് തന്നിട്ടുള്ളൂ, ബാക്കി നമ്മൾ തന്നെ ചെയ്യണം. ഒരു വശം 70 തന്നിട്ടുണ്ട്, ഇവിടെയും 30 തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? എന്താ പറഞ്ഞാലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ. നോക്കിയേ, ഈ 70ൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർകോണ്, ഈ 70ൻ്റെ എതിരെയുള്ള ഏതാ? ഇതല്ലേ? അപ്പോൾ 70 ഇവിടെ കിട്ടി. ഈ 30ൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇവിടെ 30, അത് കിട്ടി. പിന്നെ നമ്മൾ നോക്കിക്കേ, നേരെ വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം, നേരെ വരച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നേരെ വരച്ച അതിൻ്റെ അർത്ഥം 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി അല്ലേ? നേരെ ആണെങ്കിൽ എന്താ അവിടെ? ഇവിടെ 90 ആണ്. ഇവിടെ 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ നിങ്ങൾ? ഇവിടെയും 90 ഡിഗ്രി ആണ്. മനസ്സിലായോ? ഇനി ഞാൻ പറയണോ? മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഇത് നേരത്തെ എടുത്തതാണ്, എന്നാലും അത് മറന്നുപോയി കാണുമെന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ വീണ്ടും എടുത്തത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ. നമ്മൾ ഇൻ്റർസെക്റ്റ് ലൈൻ എന്ന് വെച്ചാൽ പഠിച്ചല്ലേ? ഇപ്പം ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക, എതിർ കോണുകൾ എഴുതാനും അല്ലേ ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്താ നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ് അല്ലേ? കൂട്ടിമുട്ടാത്ത വരകൾ. കൂട്ടിമുട്ടാത്ത, നോക്കിയേ, ഇത് തങ്ങളെ കൂട്ടിമുട്ടുമെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. മുട്ടും. നോക്കിയേ, നീട്ടി വരച്ചാൽ അത് കൂട്ടിമുട്ടും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഈ കൂട്ടിമുട്ടാത്ത വര എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ റെയിൽവേ ട്രാക്ക് ഇത് കണ്ടോ? അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം ഇപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചു. അതുപോലെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള 3 ഇവിടുന്ന് 3 ഇങ്ങനെ എല്ലാം ഒരേ വീതിയാണ് കണ്ടോ ഇവിടുന്ന്. അപ്പോൾ നോക്കിയേ, ഈ വരയും ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. മനസ്സിലായോ? കൂട്ടിമുട്ടത്തില്ല എന്നാണ് കേട്ടോ, കൂട്ടിമുട്ടത്തില്ല. അങ്ങനെ വരയ്ക്കുന്ന വരകളെ നമ്മൾ എന്ത് പേര് പറയും? സമാന്തരങ്ങൾ എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ? സമാന്തരങ്ങൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്ന് പറയുന്നു. മനസ്സിലാക്കണേ. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതെ, പേജ് നമ്പർ 138 കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഈ വര കണ്ടോ? ഇവരൊരു കാരണം ഇതൊക്കെ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എല്ലാം 2 വെച്ചാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇത് അടുക്കുന്നില്ല. ഇതിങ്ങനെ ഒരേ രീതിയിൽ തന്നെ നമ്മുടെ സ്കെയിൽ നോക്കിയേ, സ്കെയില് കണ്ടോ? എന്താ അവിടെ അടുക്കുന്നില്ല. അതായത് ലൈൻസ് ലൈക്ക് ദീസ് വിച്ച് കീപ്പ് ദ സെയിം ഡിസ്റ്റൻസ് എപ്പാർട്ട് ആൻഡ് വിൽ നെവർ മീറ്റ് ആർ കാൾഡ് പാരലൽ ലൈൻസ്. നിങ്ങൾ അതിൻ്റെ പേര് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. 1 വേർഡിന് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. മാത്സിനകത്തിലും 1 വേർഡ് ഇല്ലാന്നൊന്നും പറയണ്ട, ചിലപ്പോൾ ചോദിക്കും കേട്ടോ. വരകൾ ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടാത്ത വരകളെ എന്ത് പേരാണ് വിളിക്കുന്നത്? എന്താ? അവർ തങ്ങളിൽ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല അല്ലേ? അങ്ങനെയുള്ള ലൈന് എന്ത് പറയും? കൂട്ടിമുട്ടാത്ത വല്ല ലൈൻ വല്ലോ നിങ്ങൾക്കുണ്ടോ? ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈന് എന്ത് പേരാ? ചിരി വരുന്നുണ്ടല്ലേ? എന്ത് ലൈനാ? പാരലൽ ലൈനാ കേട്ടോ. സമാന്തരങ്ങൾ. പേര് മറക്കല്ലേ കുഞ്ഞുങ്ങളെ. എന്താ? സമാന്തരങ്ങൾ എന്നല്ല കേട്ടോ, സമാന്തരങ്ങൾ. സമാന്തരങ്ങൾ, സമാന്തരം കേട്ടോ. സമാന്തര വര അല്ലെങ്കിൽ പാരലൽ കേട്ടോ. പാരലൽ. ഇംഗ്ലീഷ് മലയാളം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, അത്രയേ ഉള്ളൂ കേട്ടോ. അവർ തങ്ങളിൽ എന്താ? ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല കേട്ടോ. ഇനി ലൈൻസ് ആൻഡ് സ്ലാൻഡ് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോവുക, നമുക്ക് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കട്ടെ. ഇനി അടുത്ത നമ്മൾ വരയും ചരിവും. ലൈൻസ് ആൻഡ് സ്ലാൻഡ്. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ? അവരൊരിക്കലും കൂട്ടിമുട്ടത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. അത് പക്ഷേ പൊട്രാക്ട് കൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം കേട്ടോ, വരയ്ക്കാൻ അറിയണം. അതായത് നമ്മൾ നോക്കിയേ, ഇവിടെ ഒരു പടം നോക്കിക്കോ നിങ്ങളെ. ഇവർ തങ്ങൾ കൂട്ടിമുട്ടുമോ എന്നൊരു ചോദ്യം. ഓക്കെ, ഈ വര നോക്കിയേ, ഇതും കൂടെ എന്താ? ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്താ? ഇത് ചരിഞ്ഞിരിക്കുക. അപ്പം ഇതെന്താ? ഇവർ തങ്ങളെ കൂട്ടിമുട്ടും. ഇതൊരിക്കലും സമാന്തരമല്ല, പാരലൽ അല്ല കേട്ടോ. അതുപോലെ ഇത് നോക്കിയേ, ഇവിടെ 50 ഡിഗ്രിയും ഇവിടെ 55 ഡിഗ്രിയാണ്. അപ്പം അവരും എന്താണ്? ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇത് തങ്ങളിൽ ഡിഫറൻ്റ് അല്ലേ? നോക്കിയേ, ഇത് രണ്ടും ഒരേപോലെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കിയേ, ഇത് 50 ഇത് 50. ഇവർ തങ്ങളിൽ നോക്കിയേ, രണ്ടും 50 ആണെങ്കിൽ അതെന്താ? ഒരു പാരലൽ ലൈനാണ് കേട്ടോ. ഇവർ തങ്ങളിൽ എന്താണ്? പാരലൽ ആണെന്ന് വെച്ചാൽ സമാന്തരമാണ് കേട്ടോ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണം നിങ്ങൾ. ഇത് വരയ്ക്കാനൊക്കെ അറിയാമോ? നോട്ട് ബുക്കിലോട്ടൊക്കെ വരയ്ക്കാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ വരയ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മൾ ഒരു സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക കേട്ടോ. വരച്ച് കാണിക്കാം. നോക്കിയോ നിങ്ങളെ, സ്കെയിൽ എടുക്കുക. സ്കെയിൽ നോക്കിയേ, അപ്പുറത്തെ ആ പടത്തിൻ്റെ ഇതുണ്ട് കേട്ടോ, നിങ്ങളതൊന്നും നോക്കണ്ട. ഇവിടെ ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച കേട്ടോ, അഴുക്കൊന്നുമല്ല, ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ പാടായിരുന്നു കേട്ടോ. അല്ലാതെ അഴുക്ക് സ്കെയിൽ കൊണ്ട് കാണിച്ചു എന്നതോ ഇതുമല്ല, ഇത് സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. ആ സ്റ്റിക്കർ ഇളക്കിയപ്പോഴേ അതിൻ്റെ അകത്തിലെ ആ പാടാണ്. നമ്പോട്ടെ, എല്ലാം പാടല്ലേ, കഷ്ടപ്പാടല്ലേ. നോക്കൂ, നമുക്ക് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ്റെ കാര്യം പറയുമ്പോൾ ഇല്ലേ, ലൈന് ഓക്കെ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ 4 സെൻറ്റിമീറ്റർ ആണേ
ഒരു ലൈൻ വരയ്ക്കുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് 100 ഡിഗ്രി നമ്മുടെ പൊട്രാക്ടർ ഇതാണേ, പൊട്രാക്ടറിൽ 100 ഡിഗ്രിയിൽ ഇവിടെ വെച്ചിട്ട് ട്രാക്ടർ നേരെ വെക്കണം കേട്ടോ. ഇതിനകത്തിൽ പേരടിച്ചിട്ടുണ്ട്, നേരെ എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. 100 ഡിഗ്രി എവിടാ നിങ്ങൾ എടുക്കുന്നത്? ഈ താഴത്തെ വേണം കേട്ടോ. താഴെ എഴുതിയേക്കുന്ന ഈ 100 കണ്ടോ, ഈ 100ൽ എന്ത് ചെയ്യുക, ഒരു കുത്തു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. കണ്ടോ, അല്ല നേരെ ഇങ്ങനെ ഒരു വര വരച്ചു കണ്ടോ, 100 ഡിഗ്രി ഒരു വര വരയ്ക്കുക. കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുക, പൊട്രാക്ടർ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ വെക്കുക. കണ്ടോ, പൊട്രാക്ടർ ഇവിടെ വെക്കുക. ഈ വെക്കാൻ അറിയണം കേട്ടോ. അതിൻ്റെ ആ ഡോട്ട് താണ്ട് ഇവിടെ ആണ്ട് നമ്മുടെ സൂര്യനില്ല, ഇവിടെ ചന്ദ്രനാണോ, എല്ലാ പൊട്രാക്ടറിലും സൂര്യനാണ്. ഇതിനകത്ത് ഈ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ, അതിൽ വെച്ചിട്ട് 100 നോക്കി. നിങ്ങൾ ഇതിനകത്ത് 100 പാരലൽ ലൈനാണേ ഇല്ലേ, അപ്പം 100 നോക്കി ഇതിനകത്ത് ഇവിടെ. അപ്പോൾ താണ്ട് ഇവിടെ വെക്കുക. എന്നിട്ട് നേരെ കറക്റ്റ് 100 തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര എടുത്തത്, 100 അല്ലേ, ഇവിടെ 100 അല്ലയോ എടുത്തേ. ഇവിടെ നമ്മൾ എത്ര എടുത്തത്, ഇവിടെ 100 എടുത്തത് അല്ലേ. ഇവിടെ നമ്മൾ 100 ഡിഗ്രി എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി നീളത്തിൽ വെച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഇച്ചിരി നീളത്തിൽ വെച്ചിട്ട് 100 ഡിഗ്രി എടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇത് ഇച്ചിരി നീളത്തിൽ എടുത്തിട്ട് 100. അപ്പോൾ ഇവിടെയും 100, ഇവിടെയും 100. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങൾ, ഏതാണ്ട് ഇതിനകത്ത് എത്ര ആയിരിക്കും? ഈ ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടാ ഞങ്ങളോട് ചോദിക്കുന്നത് ഇല്ലേ. ഇതിനകത്തുള്ള കാര്യം ചോദിച്ചാൽ പോരെ, അങ്ങനെ ഒരു ചോദ്യം വന്നില്ലയോ. ഇതേ ഉള്ളൂ കുഞ്ഞില്ലേ. നമ്മൾ നടുക്കെ സമാന്തരങ്ങൾ അല്ലേ, സാമാന്തരികം പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ആരാണോ കിടക്കുന്നത് ആ ആളെയും കൂടെ കൂട്ടുമ്പോൾ 180 വരും. മനസ്സിലായോ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത? അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആംഗിൾ ആരാണോ, ഇപ്പം നോക്കി 100 ഇവിടെ കിടക്കുന്നത്, അതിൻ്റെ അടുത്തോ അതിനോട് ചേർന്ന് കിടക്കുന്ന ആംഗിൾ ഒന്ന് ഇവിടെ വരണം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചോ, അപ്പോൾ ഇവിടെ വേണം അല്ലേ. ഇതിൻ്റെ അടുത്ത ആംഗിൾ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും അടുത്തത്, അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ ഇതിനോട് എപ്പോഴും കൂട്ടുമ്പോൾ എത്ര വരണം, 180 വരണം അല്ലേ. അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അടുത്ത്, അതിൻ്റെ സമീപത്തെങ്ങാണം കേട്ടോ എവിടെയെങ്കിലും ആംഗിൾ ഉണ്ടോ. ഓക്കെ, ഈ 100ൻ്റെ അടുത്ത് കിടക്കുന്ന ഒന്ന് ഇതായിരിക്കും അല്ലെ ഇതായിരിക്കും. അത് എത്ര ആവണം, ഇത് 100 ആണെങ്കിൽ ഇത് എത്ര നിങ്ങളെ 80 ആയിരിക്കണം കേട്ടോ. മനസ്സിലായോ? ഇത് 80 ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇതെത്ര 80. ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത് 100 കേട്ടോ. അല്ല മനസ്സിലായോ? അതിനെക്കുറിച്ചാണ് നമ്മളാണ് ഇതിനകത്തിൽ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അടിതാ പൊട്രാക്ടർ ഉപയോഗിച്ച് പാരലോഗ്രാം കണ്ടോ. ഇത് നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ വെച്ച് എടുക്കുക. സ്കെയിലാന്നേ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് പൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 50 ഡിഗ്രി എടുക്കുക. 50 ഡിഗ്രി ഇത് ഞാനൊന്ന് വരച്ച് കാണിക്കാം കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അതായത് നമ്മുടെ പേജ് നമ്പർ 145 ചോദ്യവും ഞങ്ങൾ ആദ്യമേ അവർ പറയുന്നത് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നിങ്ങളൊരു വര വരയ്ക്കുക. 5 നിങ്ങളിങ്ങനെ ഡോട്ട് കൊടുക്കുക കേട്ടോ, അപ്പോൾ തെറ്റത്തില്ല. എന്നിട്ട് അവിടെ വെച്ചിട്ട് പൊട്രാക്ടർ എടുത്തിട്ട് 50 ഡിഗ്രി 50 ഡിഗ്രി ഇവിടെ വെച്ചിട്ട് കണ്ടോ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. നിങ്ങളത് ആലോചിക്കേണ്ട, നീളത്തിലൊരു വരയും കൂടെ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര കൊടുക്കാൻ. നമ്മളിപ്പോൾ പൊട്രാക്ടറിൻ്റെ മെഷർ വെച്ചാണ് ഇങ്ങനെ വരച്ചത്. പൊട്രാക്ടർ വന്ന് കുത്തിയത് അവിടെ അല്ലേ, അതുകൊണ്ട് അങ്ങ് വരച്ചതാണ്. പക്ഷേ നമ്മളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് എത്ര, 3 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, സ്കെയിൽ കണ്ടോ 3 സെൻറ്റിമീറ്റർ ആ വരച്ച വരയിൽ എടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട 3 കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരെ 3 കണ്ടോ, 3 സെൻറ്റിമീറ്റർ. അത് അളക്കാൻ അറിയണേ, 3 സെൻറ്റിമീറ്റർ കേട്ടോ. ഇതപ്പോൾ ഇതെത്ര, ടെസ്റ്റിലെ ചോദ്യമാണ്. 5 സെൻറ്റിമീറ്റർ. ഇവിടെ എത്ര വരും, 50 ഡിഗ്രി. പിന്നെ ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതുപോലെ വരണ്ടേ. ഇവിടെ അപ്പോൾ എത്ര വെക്കും, 50 ഡിഗ്രി എടുത്ത് അളക്കണം. 50 ഡിഗ്രിയാണേ. പൊട്രാക്ടർ എടുക്കുക കണ്ടോ. പൊട്രാക്ടറിൻ്റെ 50 വെക്കേണ്ടതുണ്ട് ഇവിടെ കേട്ടോ. കാരണം എന്താ, പാരലോഗ്രാം ആയതുകൊണ്ട് ചരിഞ്ഞാണേ. നിങ്ങൾ ദാണ്ട് ഈ 50 എന്ന് പറയുമ്പോൾ ഇവിടെ കുത്തരുത് കേട്ടോ. ഇവിടെ കുത്തുമ്പോൾ നമ്മളെന്താ അങ്ങോട്ട് പോകുമ്പോൾ അതെന്തോ ആവും, അതൊരു ട്രയാങ്കിൾ ആവും, ത്രികോണമായിട്ട് അങ്ങ് മാറും. അതുകൊണ്ട് ഓർത്തോണം ഇവിടെ കേട്ടോ. എന്താ പാരലോഗ്രാമാണ്. അതും എത്ര നോക്കിക്കേ. അത് നമ്മൾ നേരെ ഒരു വര നിങ്ങൾ ആദ്യമേ അങ്ങ് കൊടുക്കുക കേട്ടോ. ആദ്യമേ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 3 സെൻറ്റിമീറ്റർ 0 to 3 ആകുമ്പോൾ ഇവിടെ വരും.
കണ്ടോ ഇവിടെ വരെ. എന്നിട്ട് അത് രണ്ടും കൂടെ തങ്ങളിൽ അങ്ങ് ജോയിൻ ചെയ്യുക. കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. കണ്ടോ 50, ഇവിടെ 5 ആകുമ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 സെൻറ്റിമീറ്റർ കേട്ടോ. അതുപോലെ ആ ചാപ്റ്ററിനകത്ത് തീർന്നല്ലോ. ലാസ്റ്റ് ഉണ്ട് നിങ്ങൾ ഓർത്തോണം. എന്താ ഇത് നമ്മളിപ്പോൾ ചെയ്ത രീതി തന്നെ 4 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര കൊടുക്കുക. സ്കെയിലിലാണ് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് പൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 70 ഡിഗ്രി കോമ്പസിൽ വെച്ച് കുത്തുക. ഇപ്പം നമ്മൾ ചെയ്ത അതുപോലെ ചെയ്താൽ മതി. നീളത്തിലൊരു വരയും കൊടുക്കുക. 70 ഡിഗ്രിയാണ്, 70 ഡിഗ്രി. എന്നിട്ട് ഇവിടെയും വെച്ചിട്ട് എന്ത് ചെയ്യുക, 70 ഡിഗ്രി കേട്ടോ, 70 ഡിഗ്രി നീളത്തിലൊരെണ്ണം കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ രണ്ടിടത്തും വെച്ചിട്ട് മുറിച്ചിട്ട് എഴുതുക. അപ്പം നിങ്ങൾ ഓർത്തോണം, അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരണം എന്നാണ് പറഞ്ഞത്, 180 വരണം. അതായത് ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70, ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ 110. ഈ 110 വന്നത് എന്തുകൊണ്ടാണ്, അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരണം, 180 വരണം. ഇവിടെ നോക്കിയേ, ഇവിടെ 120 ആണ് അല്ലേ, അപ്പോൾ ഇവിടെ എത്ര, 60. ഇവിടെ 120 ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 120, ഇവിടെ 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 60. എല്ലാം അതുപോലെ തന്നെ ആവും നിങ്ങൾ കേട്ടോ. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ, ഏതെങ്കിലും ഒരെണ്ണോടെ ചെയ്ത് കാണിക്കണോ? നോക്കൂ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. ഡൗട്ടുണ്ടോ? 3 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് നോക്കി ഇവിടെ 140 തന്നിട്ടുണ്ട്. പൊട്രാക്ടർ നിങ്ങൾ തിരിച്ച് വെച്ച് വരച്ചാൽ മതി കേട്ടോ. പൊട്രാക്ടർ ഒന്ന് തിരിച്ച് വെച്ചിട്ട് 140 വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ താപ്പോട്ട് വെച്ച് വരച്ചാൽ മതി കേട്ടോ. എളുപ്പമുള്ളതാണ്. ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഏതെങ്കിലും പേജിലെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് പറഞ്ഞാൽ മതി. അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഏതാണോ അറിയാൻ വയ്യാത്തത് അത് ഞാനിടാം. ലൈൻസ് ആൻഡ് ആംഗിൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. വൃത്തിയായിട്ട് പഠിക്കണം. പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സാമാന്തരികങ്ങളിൽ നിന്നാണ്. അത് എപ്പോഴും ഓർത്തോണം. നമ്മൾ എന്താ ഇവിടെ എത്രയാണോ, ഇവിടെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ 60 ആണെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 60 ആയിരിക്കും. അത് ഓർത്തോണം. ഇനി ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും, ഇവിടെ 120 ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 വരണം. ഇവിടെ 120, ഇത് നോക്കി അടുത്തടുത്ത്, ഇത് 120 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 120 ആണ്. അടുത്തടുത്തത് നോക്കണം, അടുത്തടുത്തത് തങ്ങളെ കൂട്ടുമ്പോൾ 180 ആണ് കേട്ടോ. ഓപ്പോസിറ്റ് സെയിം ആയിരിക്കും. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഈ പാരലൽ ലൈൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇങ്ങനെ കൊടുത്തിരുന്നത് കേട്ടോ, പാരലൽ. അപ്പോൾ ഇവിടെ നോക്കിക്കോണേ, ഈ ഒരു ലൈന് പാരലാണ് ഈ ഒരു ലൈൻ, ഈ ഒരു ലൈന് പാരലാണ് ഈ ഒരു ലൈൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് പറയുക. ക്വാഡ്രിലേറ്റർ വിത്ത് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലി ഈസ് കാൾഡ് പാരലീലോഗ്രാം. പാരലീലോഗ്രാം കേട്ടോ. പാരലോഗ്രാം നമ്മൾ സ്പീഡിൽ പറയുന്നെങ്കിലും പാരലീലോഗ്രാം ആ സ്പെല്ലിങ് നല്ലപോലെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ നിങ്ങളെ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒട്ടും അറിയാൻ പറ്റും. നമ്മൾ 2-3 വട്ടം ഇട്ടതാണ്. ഇനി അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. ഓക്കെ താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ.